ഇതൊരു ഏർലി മോർണിംഗ് കുക്കിംഗ് ആണ്. ഞങ്ങൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകുന്നതിൻ്റെ അന്ന് രാവിലത്തെ കുക്കിംഗ് പരിപാടീസ്. ഞങ്ങൾക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം, രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ഉച്ചത്തേക്കുള്ളത് കൊണ്ടുപോകും, രാവിലത്തേത് കടയിൽ നിന്ന് വാങ്ങാമെന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായമെങ്കിലും അരുണിന് 2 വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ലഞ്ച് ഞാൻ ഏറ്റെടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് അരുണും അങ്ങ് ഏറ്റെടുത്തു. അപ്പം അരുണിൻ്റെ പരിപാടികളുടെ ഇടയിൽ കൂടെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പരിപാടീസായിട്ടുള്ള ചോറും അതുപോലെ തന്നെ കേബേജ് തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, ഇത്രയും ഞാൻ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരുണിൻ്റെതായിരുന്നു ദോശയും മുട്ടയും പൊട്ടറ്റോ കറിയും. അപ്പം പിന്നെ ഇത് ഒരു മീറ്റ് പിക്കിളും കൂടെ ഉണ്ടായിരുന്നു ലുലുന്ന് വാങ്ങിച്ചത്. അതും കൂടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ലഞ്ച് അങ്ങ് പാക്ക് ചെയ്തെടുത്തു. ഞങ്ങൾ രാവിലെ ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ വഴി ഏകദേശം 45 കിലോമീറ്റർ ഉണ്ടായിരുന്നു. വാഴ്വാന്തോൾ വാട്ടർഫാൾ വരെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസിന് പറ്റത്തില്ല. ഒന്നെങ്കിൽ KSRTC ബസ്സിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പാസ് എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പാസ് ഉണ്ടല്ലോ ഓൾറെഡി, അഗസ്ത്യാർകൂടത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞങ്ങൾക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ ആ ബോണക്കാട് ആ ഏരിയയൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം. ഈ ട്രിപ്പ് എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം 2 വർഷമായിട്ട് നോക്കിയിരിക്കുമായിരുന്നു, ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇവിടെ ഒരു മെമ്മറി എന്നോണം ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളാണ് അവിടെ ആദ്യം എത്തിയത്, ആരും ഇല്ലായിരുന്നു ആദ്യം അവിടെ, ട്രക്കേഴ്സ് ആരും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞാണ് എല്ലാവരും എത്തി തുടങ്ങിയത്. അതുകൊണ്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുഡൊക്കെ സമാധാനത്തോടു കൂടി ആ സൈഡിലിരുന്ന് കഴിക്കാൻ പറ്റി. 2 ക്ലീനിങ് സ്റ്റാഫ് മാത്രമേ ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഫുഡ് ഇതായിരുന്നു പ്രിപ്പയർ ചെയ്തായിരുന്നു എൻ്റെ ഫുഡ്, ദോശയും പൊട്ടറ്റോ കറിയും മുട്ട വറുത്തതും. അതൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ ആദ്യത്തെ ട്രക്കിംഗ് അല്ല. ഇതിനു മുന്നേ ഒരുപാട് ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും ടഫസ്റ്റും ലോങ്ങസ്റ്റും ആയിട്ടുള്ളൊരു ട്രക്കല്ലേ. അതുമാത്രമല്ല ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്നുള്ളത്. അങ്ങനെ പെട്ടെന്നാണ് ടിക്കറ്റ് കിട്ടിയതും റെഡി ആയതും ഒക്കെ. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇതിൻ്റെ പുറകെ വരും. താങ്ക് യു.